100 ഡേയ്സ് എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം ഗ്ലോബൽ മാർക്കറ്റിൽ വലിയൊരു അൺസർട്ടനിറ്റി ഉണ്ട്. പ്രധാനമായിട്ടും ബോണ്ട് ഡീലിൽ സ്പൈക്ക് ചെയ്തു. വാൾമാർട്ട് ഫോളായി. യു എസ് മാർക്കറ്റിൽ വലിയൊരു ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കാണിച്ചു. ഇന്ത്യൻ മാർക്കറ്റിലും FIs ഇന്നലെ 500 കോടി രൂപയ്ക്ക് സെല്ലേഴ്സായിരുന്നു. പക്ഷേ മാർക്കറ്റ് 6 ദിവസത്തെ തുടർച്ചയായ ഒരു നെഗറ്റീവ് ക്ലോസിന് ശേഷം ഇന്നലെയാണ് പോസിറ്റീവായിട്ട് ക്ലോസ് രേഖപ്പെടുത്തിയത്. US ഇറാനെതിരെ വലിയ തോതിൽ സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ചു. നിലവിൽ തന്നെ ഇറാൻ്റെ വലിയ തോതിലുള്ള അസറ്റ് ഫ്രീസായ ഒരു അവസരത്തിൽ ഫർദറായിട്ടുള്ളൊരു സാമ്പത്തിക ഉപരോധം ആ ഒരു മേഖലയിൽ സമാധാന ചർച്ചക്ക് അത് മുന്നോട്ട് പോകാനായിട്ടുള്ള സാധ്യത തീരെ കുറവായ ഒരു അവസ്ഥയിലാണുള്ളത്. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ആദ്യം ഒന്ന് പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ US വിക്സ് സ്പൈക്ക് ചെയ്തിട്ടുണ്ട്. US വിക്സ് അല്ല, US ട്രഷറി ബോണ്ട് സ്പൈക്ക് ചെയ്ത് 4.7 ആയിട്ടുണ്ട്. US വിക്സും സ്പൈക്ക് ചെയ്തു 6%, 14 നാസ്ഡാക്ക് ഇടിഞ്ഞു, ഡോ ഇടിഞ്ഞു, കാണാം 700 പോയിൻ്റൊക്കെ ഇടിഞ്ഞു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നിക്കി ജപ്പാൻ മാർക്കറ്റ് 1% ഇടിഞ്ഞു. കൊറിയ എന്നാൽ ഫ്ലാറ്റാണ്. നാസ്ഡാക്ക് ഫ്യൂച്ചറും ഡോ ഫ്യൂച്ചറും ഫ്ലാറ്റാണ്. നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി അപ്പാണ്, സ്ലൈറ്റ്ലി പോസിറ്റീവായ രീതിയിലാണ്. ബിറ്റ്കോയിൻ വീണ്ടും $5000 ഉയർന്ന് 74,000 ആയിട്ടുണ്ട്. സിൽവർ 68, ഗോൾഡും സ്പൈക്ക് ചെയ്ത് 4523 എന്ന നിലയിലായിട്ടുണ്ട്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ വിപ്രോ 3% ഇടിഞ്ഞത് കാണാൻ സാധിക്കും. ഇൻഫോസിസും 1.7% ഇടിഞ്ഞത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ US മാർക്കറ്റിൽ വലിയൊരു ഇടിവ്. US വിക്സ് സ്പൈക്ക് ചെയ്തു. കാരണം US ട്രഷറി ബോണ്ട് ഈൽഡ് ഉയർന്നു. ഫണ്ട് ഇക്വിറ്റിയിൽ നിന്ന് ട്രഷറി ബോണ്ട് ഈൽഡിലേക്ക് വക മാറ്റും എന്നുള്ള ഒരു ഫിയറാണ് US വിക്സ് ഉയരാനായിട്ട് കാരണം. നമ്മളുടെ മാർക്കറ്റിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ US മാർക്കറ്റ് നെഗറ്റീവ് ആവുകയും ഇറാൻ ഇഷ്യൂ അത് വലിയ തോതിൽ നെഗറ്റീവ് ആവുകയും കൂടാതെ ഏറ്റവും പ്രധാനമായിട്ടും ബ്രൻ്റ് ഓയിൽ, ക്രൂഡ് ഓയിലിൻ്റെ വില $94 പെർ ബാരൽ എന്ന നിലയിലായിട്ടുണ്ട്. ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ഉണ്ടായ ഹൈയിലേക്ക് ക്രൂഡ് തിരിച്ചെത്തുകയാണ്. കാരണം സ്ട്രൈറ്റ് ഓഫ് ഹോർമുസിലൂടെ ഈ ഒരു കമ്മോഡിറ്റി വെസൽസ് എല്ലാം തന്നെ കടന്നു പോകുന്നത് വളരെയധികം കുറവാണ്. ഇത്തരം സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഈ ക്രൂഡ് പ്രൈസ് ഇനിയും ഹൈ ആവും. ക്രൂഡ് പ്രൈസ് ഹൈ നിൽക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് മുന്നോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടും എന്നുള്ളതാണ് വാസ്തവം. ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കുന്നതിന് മുമ്പ് ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകൾ നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ബിറ്റ്കോയിനിൽ നമുക്ക് ഇന്ത്യൻ ബ്രോക്കർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ അബ്സല്യൂട്ട്ലി കോഴ്സ് ഫ്രീ ആണ്, നമ്മൾ പഠിപ്പിക്കും. ഫസ്റ്റ് കമൻറ്റിൽ ഗൂഗിൾ ഫോം ഉണ്ട്, ഫില്ല് ചെയ്യുക. അപ്പോൾ ബിറ്റ്കോയിൻ്റെ കോഴ്സുകൾ അയക്കാം. ഇന്ത്യൻ ബ്രോക്കർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബിറ്റ്കോയിനിൽ ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ITR ഫയൽ ചെയ്യാൻ പ്രശ്നമില്ല. അപ്പോൾ ബിറ്റ്കോയിൻ ഇപ്പോൾ മറ്റുള്ള മാർക്കറ്റുകൾ നെഗറ്റീവ് ആകുമ്പോൾ ബിറ്റ്കോയിൻ ശക്തമായിട്ട് മുകളിലേക്ക് പോകുമ്പോൾ നമ്മളത് അറിഞ്ഞില്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുന്നില്ലല്ലോ. അപ്പോൾ ഗൂഗിൾ ഫോം ഉണ്ട്, ഫസ്റ്റ് കമൻറ്റിൽ ചെക്ക് ചെയ്യാം. ഇനി നേരെ നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. അതിനു മുമ്പ് നമുക്ക് ഈ ഒരു ഞായറാഴ്ച ഒരു യൂട്യൂബ് ലൈവ് വെക്കാം, Q&A സെക്ഷൻ വെക്കാം. 23-ാം തീയതി നമുക്ക് വൈകിട്ട് ഒരു 7 മണിക്ക് Q&A സെക്ഷൻ വെക്കാം. അപ്പോൾ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാം, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. അപ്പോൾ ഞായറാഴ്ച 23-ാം തീയതി ഞായറാഴ്ച 7 മണിക്ക് യൂട്യൂബിൽ വരെ ലൈവ് ഇൻട്രാക്ഷൻ നമുക്ക് നടത്താം. സ്റ്റോക്കുകളുടെ വാർത്തയിൽ ആദ്യം ഉള്ളത് മണിപ്പാൽ ഹെൽത്താണ്. മണിപ്പാൽ ഹെൽത്ത് നെറ്റ് പ്രോഫിറ്റിൽ കുറവ് ഒരു 8% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മണിപ്പാൽ ഹെൽത്ത്. ഇനി അടുത്ത ന്യൂസ് ഉള്ളത് കിംസ് ഒരു പുതിയ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ് കിംസ്. അവർ 250 ബെഡ് കപ്പാസിറ്റി ഉള്ളൊരു പുതിയ പുതിയ ഹോസ്പിറ്റൽ ഹൈദരാബാദ് അത് ലോഞ്ച് ചെയ്യാനായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട് കിംസിനെ സംബന്ധിച്ച്. റെയിൽടെയിലിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് 164 കോടി രൂപയുടെ ഓർഡർ വെസ്റ്റ് കോസ്റ്റ് ഈസ്റ്റേൺ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് റെയിൽടെയിലിന് ലഭിച്ചു എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. ഇനി ടാറ്റ മോട്ടേഴ്സായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഉള്ളത് ഗുജറാത്തിൽ ഫ്ലഡ് വന്നു. ടാറ്റ മോട്ടേഴ്സിൻ്റെ ആ ഒരു മാനുഫാക്ചറിങ് ഫെസിലിറ്റീസിൽ സർവീസ് ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ട് എന്നുള്ള ന്യൂസ് ഉണ്ട്. ഏകദേശം ഒരു 35 കോടി രൂപയുടെ ഒരു നാച്ചുറൽ ക്ലാമിറ്റി ക്ലെയിം അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ള ന്യൂസാണ് ടാറ്റ മോട്ടേഴ്സിനെ സംബന്ധിച്ചുള്ളത്.
ലെമൺ ട്രീ ഹോട്ടൽ രംഗത്തെ ലീഡിങ് കമ്പനിയാണ്. അവർ പുതിയ ഗുജറാത്തിലെല്ലാം തന്നെ പുതിയ ഹോട്ടൽ അവർ ആരംഭിക്കുന്നു എന്നുള്ള ന്യൂസ് ലെമൺ ട്രീ ഹോട്ടലിനെ സംബന്ധിച്ചുണ്ട്. HALനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് കമ്പനിയെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, CNറ്റും HALായിട്ട് ഒരു 50-50 ജോയിൻറ്റ് വെഞ്ചറിൽ അവർക്കൊരു സെപ്പറേറ്റ് ഒരു കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കമ്പനിക്ക് ഓർഡർ കിട്ടാത്തത് കൊണ്ട് ഈ കമ്പനി പിരിച്ചുവിട്ടതായിട്ട് അറിയിച്ചു. പക്ഷേ ഇത് HALൻ്റെ പ്രവർത്തനത്തെയോ റവന്യൂയെയോ ബാധിക്കില്ല എന്നുള്ളതാണ് HALും പറയുന്നത്. കാരണം HALും CNും തമ്മിലുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയാണ് പിരിച്ചുവിട്ടത്. ടോറൻറ്റ് പവറിൻ്റെ CFO റിസൈൻ ചെയ്തതായിട്ടുള്ള ന്യൂസ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ റാലീസ് ഇന്ത്യ CFO റിസൈൻ ചെയ്തു എന്നുള്ള ന്യൂസ് റാലീസ് ഇന്ത്യനെ സംബന്ധിച്ചുണ്ട്. ഇനി ഗണേഷ് ബെൻസോപ്ലാസ്റ്റ് കമ്പനിയെ സംബന്ധിച്ചുള്ളത്, അവർക്കൊരു പുതിയ ഓർഡർ ഉണ്ടായിരുന്നു, ആ ഒരു ഓർഡർ റിജക്റ്റായി എന്നുള്ള ഒരു ന്യൂസ്. കോസ്റ്റൽ കോർപ്പറേഷൻ കമ്പനിയെ സംബന്ധിച്ചുള്ളത്, ഇവർക്ക് അഡീഷണൽ എഥനോൾ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഓർഡർ കിട്ടി കോസ്റ്റൽ കോർപ്പറേഷൻ കമ്പനിക്ക്. ചമ്പൽ ഫെർട്ടിലൈസർ കമ്പനി ഒരു അമോണിയ നൈട്രേറ്റിൻ്റെ ബിസിനസ് തുടങ്ങാനായിട്ട് കമ്പനി ഉദ്ദേശിക്കുന്നുണ്ടെന്നുള്ള ന്യൂസാണ് ചമ്പൽ ഫെർട്ടിലൈസറിനെ സംബന്ധിച്ചുള്ളത്. സ്വാത്തിക് ഗ്രീൻ എനർജി കമ്പനിക്ക് ഒരു 190 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ഡയമണ്ട് പവർ ഇൻഫ്ര കമ്പനി, അവർക്ക് ഒരു പുതിയ കോപ്പർ കേബിളിൻ്റെ ഒരു പുതിയ ഒരു മാനുഫാക്ചറിങ് ഫെസിലിറ്റി കമ്പനി ഉദ്ഘാടനം ചെയ്തു എന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. DCW കമ്പനി ഇവരുടെ റവന്യൂ ഗ്രോത്ത് 300 കോടി രൂപ സ്റ്റഡിയായി ഫോർകാസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻഡോസ്വിഫ്റ്റ് ലബോറട്ടറി കമ്പനി, അവർ ഇവരുടെ റവന്യൂ ഫോർകാസ്റ്റ് 18% നിലവിലുള്ള ഫോർകാസ്റ്റിൽ നിന്ന് ഉയർത്തിയതായിട്ട് കമ്പനി അറിയിച്ചു. ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റ് സ്പോട്ട് 24,300 PCR 1.1 ആയ നിലയിലാണ് ഉള്ളത്. മേജർ സപ്പോർട്ടായിട്ട് 24,000 ഉണ്ട്. വലിയൊരു റെഡ് ബാർ കാണാൻ സാധിക്കും. അപ്പോൾ 24,000 മേജർ സപ്പോർട്ടായിട്ട് നിലകൊള്ളുന്നുണ്ട്. 1.1 PCR ആണ്. മേജർ റെസിസ്റ്റൻസായിട്ട് 24,500 ഇപ്പോൾ നിലവിലുള്ളത്. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. പൊതുവെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കുറച്ച് വോളറ്റിലിറ്റി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതേ വോളറ്റിലിറ്റി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വൈകിട്ട് കാണാം. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു ഓൾ.